ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് മുട്ട വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരെന്താ പറയുകയെന്ന് ചോദിച്ചാൽ മുട്ട വടയെന്നോ അല്ലെങ്കിൽ മുട്ട കട്ട്ലേറ്റെന്നോ എഗ് കട്ട്ലേറ്റെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പേരൊക്കെ ഇടുന്നത്. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഒരു ബൗളിലോട്ട് നമ്മുടെ വീട്ടിലെ ഇതുണ്ടല്ലോ ബീറ്റ്റൂട്ടും ഇതൊക്കെ അരിയുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ, ഗ്രേറ്ററിൻ്റെ പുറമേക്ക് ഇതേപോലെ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കനം കുറച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഈ ഗ്രേറ്ററിൽ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് വരണ കാണുന്നത് തന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിതാ മുഴുവൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവോള, മീഡിയം സൈസിലുള്ളൊരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, പൊട്ടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്, പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും, പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും, ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 സ്പൂൺ നമ്മുടെ അരിപ്പൊടിയും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെന്നില്ല. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു മുട്ട ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മുഴുവൻ ചേർക്കേണ്ട, പകുതി മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് കുഴച്ച് നമ്മൾ പരിപ്പ് വടക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ തന്നെ ഒന്ന് ആക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതേപോലെ കയ്യിൽ വെച്ച് ആ ഒരു ഷേപ്പിലാക്കി എടുത്തിരുന്നാൽ മതിയാവും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കടലമാവും ചേർക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും കൂടിപ്പോരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഉള്ളിൽ മാവ് ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും, വേവാനും താമസമായിരിക്കും. അപ്പോൾ ഉള്ളു വേവാണ്ട് പുറമേ മാത്രം നന്നായിട്ട് മൊരിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ പൊടി ചേർക്കുമ്പോൾ കടലമാവും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോവരുത്. ഈ ഒരു അളവിൽ തന്നെ അങ്ങ് ചേർത്തിരുന്നാൽ മതിയാവും. അപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അങ്ങ് ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പുറമേ അങ്ങ് കരിയും, ഉള്ളങ്ങ് വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട്. എന്നിട്ട് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറിച്ചിട്ടങ്ങ് റെഡിയാക്കി എടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട വടയെന്നോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കട്ട്ലേറ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 8 വടയെങ്കിലും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണല്ലോ നമ്മളെടുത്തത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.